കൊച്ചിയിലെ സ്വകാര്യ ബസ്സുകളുടെ മുമ്പിലും ഡാഷ്ബോർഡിലും ക്യാമറ ഘടിപ്പിക്കാൻ തീരുമാനം. ഡ്രൈവർമാരുടെ ലൈസൻസും പേരും കണ്ടക്ടറുടെ ലൈസൻസും ബസ്സിൽ പ്രദർശിപ്പിക്കും. ബസ്സുകൾ നിരീക്ഷിക്കുന്നതിന് ഓരോ ബസ്സുകളുടെയും ചുമതല ഓരോ ഉദ്യോഗസ്ഥന് നൽകുമെന്നും യോഗത്തിന് ശേഷം ഗതാഗത മന്ത്രി ആന്റണി രാജു പറഞ്ഞു. ഇന്നൊരു തീരുമാനമെടുത്തിട്ടുണ്ട്. അടുത്ത മാസം 1-ാം തീയതിക്ക് മുമ്പായിട്ട്, മാർച്ച് മാസം 1-ന് മുമ്പ് പ്രൈവറ്റ് സ്റ്റേജ് ഗാരേജ് ബസ്സുകളിൽ ഓടിക്കുന്ന ഡ്രൈവർമാരുടെ പേരും അവരുടെ ലൈസൻസിന്റെ നമ്പറും, അതുപോലെ ആ ബസ്സിനകത്തുള്ള കണ്ടക്ടർ ലൈസൻസും ബസ്സിനകത്ത് കാണത്തക്ക രീതിയിൽ ഡ്രൈവറുടെ പുറകിലുള്ള ആ ഭാഗത്ത് ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഒക്കെ ഇരിക്കുന്ന സ്ഥലത്ത് പ്രദർശിപ്പിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ എന്തെങ്കിലും വയലേഷൻസ് നടത്തുന്നുണ്ടെങ്കിൽ അത് അറിയിക്കാനായിട്ട് ബന്ധപ്പെട്ട മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന്റെ ഫോൺ നമ്പർ കൂടി അവിടെ പ്രദർശിപ്പിക്കുന്നതാണ്. അതെ, ഏൽപ്പിക്കുന്നതല്ല, ഇത് അറിയിക്കേണ്ട ചുമതല ജില്ലാ തലത്തിലുള്ള ഉദ്യോഗസ്ഥൻ മതിയല്ലോ. അത് ജില്ലാ തലത്തിലുള്ള അല്ലെങ്കിൽ നമ്മുടെ RTO ഓഫീസ്, അത് ഏത് ഓഫീസിന്റെ പരിധിയിലാണ് വരുന്നത്, അവിടെ ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന് ചുമതല അദ്ദേഹത്തെ അറിയിക്കേണ്ടതാണ്. സുവി വിശ്വനാഥ് ഉണ്ട് വിവരങ്ങളുമായി. സുവി, കൊച്ചിയിലെ അലക്ഷ്യമായ ഡ്രൈവിംഗ് അതുണ്ടാക്കുന്ന അപകടങ്ങൾ, ഈ ഒരു സാഹചര്യത്തിലാണ് ഇന്ന് ഒരു യോഗം ചേർന്നത്. ഗതാഗത മന്ത്രിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ചില തീരുമാനങ്ങൾ ഉണ്ടായിരിക്കുന്നു. എത്രമാത്രം പ്രായോഗികമായിട്ടുള്ള തീരുമാനങ്ങളാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്? ഇത് കൊച്ചിക്ക് മാത്രം ബാധകമാകുന്നതാണോ? രേണുക, കൊച്ചിയിലെ വാഹനാപകടത്തെ തുടർന്നാണ് യോഗം വിളിച്ചത് എങ്കിലും സംസ്ഥാനത്തെ മുഴുവൻ വാഹനാപകടം കുറയ്ക്കുന്നതിനുള്ള ഒരു തീരുമാനമാണ്, അതിനുള്ള ഒരു യോഗമാണ് ഇന്ന് ഗതാഗത മന്ത്രി ആന്റണി രാജുവിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞത്. ഈ യോഗത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർ, അതുപോലെ മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥർ, ബസ് ഉടമകൾ, തൊഴിലാളികൾ എല്ലാവരും തന്നെ പങ്കെടുത്തിരുന്നു. അതിൽ നിർണായകമായ പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങളാണ് എടുത്തിരിക്കുന്നത്. സംസ്ഥാനത്തെ ഓരോ സ്വകാര്യ ബസ്സിന്റെയും KSRTC ബസിന്റെയും മുമ്പിലും ഡാഷ്ബോർഡിലും ഓരോ ക്യാമറ വീതം ഘടിപ്പിക്കണം. ആ ക്യാമറ KRSA നൽകും എന്നാണ് മന്ത്രി നിർദ്ദേശിച്ചിരിക്കുന്നത്. ഈ ക്യാമറ ഈ മാസം ഫെബ്രുവരി 28-ന് മുമ്പ് തന്നെ ഘടിപ്പിക്കണം. ക്യാമറ ഇല്ലാത്ത ബസ്സുകളുടെ ഫിറ്റ്നസ് റദ്ദാക്കാനും ഇന്നത്തെ യോഗത്തിൽ തീരുമാനിച്ചിട്ടുണ്ട്. ഡ്രൈവർമാരുടെ ലൈസൻസും, അതുപോലെ ലൈസൻസും പേരും കണ്ടക്ടറുടെ പേരും ലൈസൻസും ഇത് ബസ്സിൽ പ്രദർശിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ഓരോ ബസ്സും നിരീക്ഷിക്കുന്നതിന് ഓരോ ഉദ്യോഗസ്ഥനായിരിക്കും ചുമതല ഉണ്ടായിരിക്കുക. ഓരോ ബസ്സും നിയന്ത്രിക്കുന്നതിന് ഓരോ ഉദ്യോഗസ്ഥനായിരിക്കും ചുമതല ഉണ്ടായിരിക്കുക. മോട്ടോർ വാഹന വകുപ്പിന്റെ ഉദ്യോഗസ്ഥനായിരിക്കും ഈ ചുമതല ഉണ്ടായിരിക്കുക. ഒപ്പം തന്നെ ഈ ബസ്സുമായി ബന്ധപ്പെട്ട് എന്ത് നടന്നാലും ഈ ഉദ്യോഗസ്ഥന് ഉത്തരവാദിത്തം ഉണ്ടായിരിക്കും എന്നും മന്ത്രി പറഞ്ഞിട്ടുണ്ട്. ഈ വാഹന ഉടമകൾ ഡ്രൈവറുടെ വിവരങ്ങൾ, കണ്ടക്ടറുടെയും വിവരങ്ങൾ RTO ഓഫീസിൽ മുൻകൂട്ടി നൽകണം എന്നും ശരി, സുവി വിശ്വനാഥാണ് എന്തായാലും വിവരങ്ങൾ നൽകിയത്. അപകടങ്ങൾ ഒഴിവാക്കുക, കുറയ്ക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോട് കൂടിയുള്ള തീരുമാനങ്ങളാണ്. നടപ്പാക്കാനായാൽ അത് സാധാരണക്കാർക്ക് വളരെയധികം ഉപകാരപ്പെടുന്നതാണ്. ഒരുപാട് ജീവനുകൾ നിരത്തിൽ പൊലിയുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരം ഒരു യോഗവും ഇങ്ങനെയുള്ള തീരുമാനങ്ങളും ഉണ്ടായിട്ടുള്ളത്.